പ്രവചനം 49 അധ്യായത്തിൻ്റെ 24 വാക്യം. 49 അധ്യായത്തിൻ്റെ 24 വാക്യം. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? അല്ല, നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ വിടുവിക്കാമോ? Praise God. Shall the prey be taken from the mighty, or the lawful captive delivered? Praise God. Hallelujah. ബലമുള്ള ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹാലലൂയ. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? നിഷ്കണ്ടകൻ്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? പ്രൈസ് ഗോഡ്. ബലമുള്ളവൻ കട്ടുകൊണ്ടുപോയത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ടെറിബിളായിട്ടുള്ള നിഷ്കണ്ടകനായിട്ടുള്ള ഒരുവൻ്റെ ബദ്ധന്മാരെ നിനക്ക് വിടുവിക്കാമോ? അവൻ കെട്ടിയത് നിനക്ക് അഴിക്കാമോ? ഇതാണ് ചോദ്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് വിടുവിക്കാം. പ്രൈസ് ഗോഡ്. കവർച്ച തിരിച്ചു പിടിക്കാം. ഇതാർക്ക് പറയാൻ പറ്റുമെന്നറിയാമോ? സ്വന്തം കഴിവിലല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ കവർച്ച എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. പ്രൈസ് ഗോഡ്. സാധിക്കും. ഇന്ന് രാത്രി കേൾക്കുന്ന ഈ വചനത്തിൽ നിന്നുകൊണ്ട് ബലവാൻ്റെ കവർച്ച നമ്മൾ തിരിച്ചു പിടിക്കണം. നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ ഇന്ന് രാത്രി നമുക്ക് അഴിച്ചു വിടാൻ പറ്റണം. പറ്റുമോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും പറ്റുമെന്ന്? പറ്റുമെങ്കിൽ സ്തോത്രം പറഞ്ഞ്. എന്തിനു പറ്റും? ശത്രു ബന്ധിച്ചതിനെ ഞാൻ തിരിച്ചു പിടിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് ചോദിക്കുന്നെങ്കിൽ ഉത്തരം 25 വാക്യത്തിൽ കൊടുത്തത് വായിക്കാം. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ തലമുറകളുടെ മേലുള്ള പോരാട്ടമായാലും നമ്മുടെ ബദ്ധന്മാരെ വിടുവിക്കാൻ കഴിയും. തലമുറകളെ കൊണ്ടുപോയത്, നന്മകളെ കൊണ്ടുപോയത്, അനുഗ്രഹങ്ങളെ കൊണ്ടുപോയത്, ഐശ്വര്യത്തെ കൊണ്ടുപോയത്, ആയുസ്സിനെ കൊണ്ടുപോയത്, ഏത് വിഷയമായാലും പ്രൈസ് ഗോഡ്, എൻ്റെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പോരാടിയാൽ അത് എൻ്റെ കൈവശം ഇരിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പാക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. പ്രൈസ് ഗോഡ്. എങ്ങനെ ഉറപ്പാക്കണം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ വേറെ എങ്ങോട്ടും തിരിയാതെ യേശുവിങ്കലേക്ക് തിരിയണം. പ്രൈസ് ഗോഡ്. നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ, ബലവാൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന് സ്തോത്രം, അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വിടുവിക്കാമോ വിടുവിക്കത്തില്ലയോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു വന്നാൽ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകും. ആദ്യം അത് വിശ്വസിക്കാൻ സാധിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ വിഷയം യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ചെറിയ വിഷയം വന്നാലും വലിയ പ്രശ്നം വന്നാലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അടുക്ക് പറഞ്ഞാൽ ഞാൻ സാധാരണ നിങ്ങളോട് പറയുന്നൊരു മറുപടിയുണ്ട്, പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ദൈവദാസന്മാരോട് പറഞ്ഞാൽ കിട്ടുന്ന മറുപടി പ്രാർത്ഥിക്കാം. ഒരാളൊരിക്കൽ ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ലെങ്കിലോ? മറുപടി എന്നാ? മറുപടി ഇതാ, പിന്നെയും പ്രാർത്ഥിക്കാം. എന്നിട്ടും ശരിയായില്ലെങ്കിലോ? പിന്നെയും പ്രാർത്ഥിക്കാം. എന്നിട്ടും ശരിയായില്ലെങ്കിലോ? പിന്നെയും പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. എന്നിട്ടും ശരിയായില്ലെങ്കിലോ? പിന്നെ ഞാൻ പറഞ്ഞു, ശരിയാകുന്നവരെ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഈ ഒരു അനുഭവം ഉള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം.
നിൻ്റെ വിഷയം ശരിയാകും, 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 ശരിയാകും. നിൻ്റെ പ്രാർത്ഥന അതുവരെ നിർത്തരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി നിൻ്റെ വിഷയത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലാൻ തീരുമാനിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ അതിന് പരിഹാരം കിട്ടാൻ തീരുമാനിച്ചാൽ, ഒരു കാര്യം ഉറപ്പാക്കണം, ഈ യേശുവിൻ്റെ സന്നിധാനത്തിൽ എൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. ഇനി ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമില്ല, ഈ യേശുവിനെ വിട്ടു പോകുന്ന പ്രശ്നമില്ല, യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ എൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കുഴപ്പമെന്ന് നമ്മൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ലാതെ പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഏതാണ് ആദ്യ ദിവസം എന്നറിയാമോ? 1-ാം വാക്യവും 2-ാം വാക്യവും അതേ അധ്യായത്തിൻ്റെ. പാർസി രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ, പാർസി രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ ബേൽത്ശസ്സർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. സ്തോത്രം. ദാനിയേലിന് വെളിപ്പെട്ട കാര്യത്തിന് 2 വിശേഷണമുണ്ട്. 1 കാര്യം സത്യമാണ്, 2 കഷ്ടമുള്ളതുമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം സത്യമാണോ? 1 ചോദിക്കണം, ഇത് സത്യമായ വിഷയമാണോ? ആണ്. 2, ഈ വിഷയം എന്നെ കഷ്ടപ്പെടുത്തുന്ന വിഷയമാണോ? ഇത് മഹാകഷ്ടമുള്ള വിഷയമാണോ? പ്രൈസ് ഗോഡ്. 2 ചോദ്യത്തിന് ഉത്തരം യേസ് എന്നാണെങ്കിൽ, പ്രൈസ് ഗോഡ്, ദാനിയേൽ ചെയ്തതുപോലെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വച്ചു. അല്ലേ? ഒന്നുകൂടെ വായിച്ച്. അവൻ ആ കാര്യം ചിന്തിച്ച്. ഇൻ ദ 3rd year of Cyrus, king of Persia. മലയാളത്തിൽ വായിച്ചേ. പാർസി രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ ബേൽത്ശസ്സർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. And the thing was true, but the time appointed was long, and he understood the thing and had understanding of the vision. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, സത്യമായ ഒരു വിഷയം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മഹാകഷ്ടമുള്ള ഒരു വിഷയം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്നാണെന്നറിയാമോ? ഈ വിഷയത്തിൽ ഒരു ദർശനത്തിന് ശ്രദ്ധ വയ്ക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവമേ, എനിക്കൊരു വെളിപ്പാട് കിട്ടണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സത്യമായ വിഷയം, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ ആ വിഷയത്തിന് ഒരു വെളിപ്പാട് കിട്ടത്തക്കവണ്ണം ദർശനത്തിന് ശ്രദ്ധ വയ്ക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയം ലഘുവായിട്ട് കാണരുത്. ദൈവസന്നിധിയിൽ ശ്രദ്ധ വയ്ക്കാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. ഈ വിഷയത്തിൽ ഞാൻ ശ്രദ്ധ വയ്ക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. എന്തിനാണ് ശ്രദ്ധ വയ്ക്കുന്നത്? ടു ഗെറ്റ് എ വിഷൻ. പ്രൈസ് ഗോഡ്. ഈ വിഷയത്തിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇതിനെങ്ങനെ ശ്രദ്ധ വയ്ക്കുമെന്നറിയാമോ? അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് ദാനിയേലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത വാക്യം വായിച്ചേ. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവൻ, 21 days, 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ട്. അടുത്ത വാക്യം. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ no pleasant bread, മാംസവും വീഞ്ഞും neither came flesh nor wine in my mouth, ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം 3 ആഴ്ച എന്ത് ചെയ്യുന്നറിയാമോ?
ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് സഭായോഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം തന്നു. അടുത്ത 31 ദിവസം 3 നേരം വെച്ച് എൻ്റെ വിഷയങ്ങൾ ഞാൻ എന്തു ചെയ്യും? എഴുതി വയ്ക്കുന്നല്ല, 3 നേരം എഴുതി വയ്ക്കുകയല്ല, ഒറ്റ പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. എഴുതി വച്ച് 3 നേരം പ്രാർത്ഥിക്കും. അങ്ങനെ തീരുമാനം എടുത്തവർ മാത്രം ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഈ തീരുമാനത്തോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച വിഷയങ്ങളെല്ലാം സത്യമാണ്. പ്രൈസ് ഗോഡ്. 1. 2 പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതെല്ലാം എന്നെ കഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. പ്രൈസ് ഗോഡ്. 3 ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ദിവസം 3 നേരം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്നറിയാമോ? 31 ദിവസങ്ങൾക്കകം ഞാൻ എഴുതി വെച്ച വിഷയങ്ങൾക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഒരു കാഴ്ചപ്പാട്, യേശുവിൻ്റെ നാമത്തിൽ ഒരു റിപ്ലൈ എൻ്റെ ദൈവം എനിക്ക് തന്നേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഒരു മറുപടി കിട്ടിയേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ മറുപടി കിട്ടിയേ പറ്റും. ദാനിയേൽ എന്ത് ചെയ്തു? 3 ആഴ്ച വട്ടക്കാലം ഒരു 21 ദിവസം നിശ്ചയിച്ചു. എന്നിട്ട് ദർശനത്തിന് ശ്രദ്ധ വച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് സംഘം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കണ്ട, അത് മനസ്സിലാക്കി തരാനുള്ള നേരവുമില്ല. പ്രൈസ് ഗോഡ്. ഒരു ദൂതൻ്റെ, അന്ന് ദാനിയേൽ കണ്ട ദർശനത്തിൽ കണ്ട ദൂതൻ്റെ വർണ്ണനയാണത്. പക്ഷെ അടുത്ത വാക്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അടുത്ത വാക്യം, ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. വ്യത്യാസം മനസ്സിലായോ? നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിന്നോട് കൂടെയുള്ളവർക്ക് ദർശനം കാണാൻ പറ്റത്തില്ല. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. ഇന്ന് രാത്രി ഉറപ്പുണ്ടോ? എൻ്റെ ഈ വിഷയത്തിൽ എന്നോട് ദൈവം സംസാരിക്കും. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഞാൻ മാത്രം ദർശനം കണ്ട് ദൈവസന്നിധിയിൽ ഒരു മറുപടി കണ്ടെത്തുമെന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ദൈവമക്കൾ മക്കൾക്ക് ദാനിയേലിനോട് സംസാരിച്ച ദൈവദൂതൻ്റെ പ്രത്യക്ഷത നിശ്ചയമായി ഉണ്ടാവും. പ്രൈസ് ഗോഡ്. ഇവിടെ ക്വസ്റ്റ്യൻ വിട്ടുപോകല്ലേ. നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ വിടുവിക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബലവാന്റെ കവർച്ച വിടുവിക്കാമോ? ബദ്ധന്മാരെ വിടുവിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മളുടെ ഇന്ന് കവർച്ചയായി കൊണ്ടുപോയ ചില വിഷയങ്ങളുണ്ട്. നമ്മളിൽ നിന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. അത് എൻ്റെ കയ്യിൽ വരേണ്ടതാണ്. അതിന് ലോങ് ടൈം. അവിടെ പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 10:1 എടുത്ത് 10:1 1 ക്ലിക്ക് ചെയ്താൽ മതി. ഇടതുവശത്ത് 1 ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നുള്ളത്. പ്രൈസ് ഗോഡ്. 1. പാർസി രാജാവായ കോരസിൻ്റെ ആണ്ടിൽ ബെൽശസ്സർ എന്നയാളുടെ പേര് ദാനിയേലിൻ്റെ കാര്യം വെളിപ്പെട്ടു. അക്കാര്യം സത്യവും മഹാവിഷ്ണുതമായും ചിന്തിച്ച് അതിനകത്ത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ദ ടൈം അപ്പോയിൻറ്റഡ് വാസ് ലോങ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാനിയേൽ തീരുമാനിച്ചു, എത്ര ലോങ് ആയിട്ടുള്ള പീരീഡ് ആയാലും 21 ഡേയ്സിനകം എനിക്ക് മറുപടി ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. നിൻ്റെ മുമ്പിൽ വർഷങ്ങൾ പഴക്കമുള്ള വിഷയമാകാം. ഇനിയും അതിനൊരു നിവർത്തീകരണം ഉണ്ടാകാൻ 10-15 വർഷങ്ങൾ എടുത്തെന്നിരിക്കാം. പക്ഷെ ദാനിയേലിന് അതൊന്നും വിഷയമല്ല. ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ അടുത്ത 21 ദിവസം ഉപവസിക്കാൻ പോകുകയാണ്. ഈ 21 ഡേയ്സിനകം എൻ്റെ വിഷയത്തിനൊരു മറുപടി ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ തീരുമാനമെടുത്ത ദൈവമക്കൾക്ക് ഉറക്കപ്പറ, 31 ദിവസത്തിനകം എൻ്റെ വിഷയത്തിന് മറുപടി വരണം. എൻ്റെ വിഷയം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം, ഞാൻ ആരാധിക്കുന്ന വിഷയം, ഞാൻ ആമേൻ ഉപവസിക്കുന്ന വിഷയം, within 31 days I should get an answer. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് എഴുതി വെച്ച വിഷയങ്ങൾക്ക് 31 ദിവസങ്ങൾക്കകം നിന്റെ ജനത്തിന് മറുപടി വരണം.
നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കത്തക്കവണ്ണം, ബദ്ധന്മാരുടെ കയ്യെ വിടുവിക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹാലെ, ബലവാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കത്തക്കവണ്ണം ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ ശക്തി നിന്റെ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ദിവസമാകണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് 31 ദിവസത്തിനകം എനിക്ക് എൻ്റെ വിഷയത്തിൻ്റെ മറുപടി ദൈവത്തിൽ നിന്ന് കിട്ടും? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ആമേൻ. ദാനിയേൽ ശ്രദ്ധ വെച്ചു. പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ താഴോട്ട് വായിച്ച ആ ഭാഗം തന്നെ വീണ്ടും തുടരാം. 10-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ മാത്രം വായിച്ചു 7-ാം വാക്യം. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഭ്രമം പിടിച്ചെന്ന അതുപോലുള്ളൊരു ദർശനം. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ ഭ്രമിക്കത്തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ദർശനം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അതിൻ്റെ അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 11-ാം വാക്യം. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ കിട്ടാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് വചനത്തെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. നിന്നെ കുനിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ എത്ര ശക്തിയുള്ള വിഷയമായാലും, എത്ര മനസ്സിനെ വിഷമിപ്പിക്കുന്ന വിഷയമായാലും, തല കുനിപ്പിക്കുന്ന വിഷയമായാലും, മുട്ടുമടപ്പിക്കുന്ന വിഷയമായാലും, കണ്ണിനെ നനയ്ക്കുന്ന വിഷയമായാലും, എല്ലാ വിധത്തിലും നിന്നെ തറപറ്റിക്കുന്ന വിഷയമായാലും, ദൈവവചനം ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബലവാന്റെ കവർച്ച നീ പങ്കിടും, നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ നീ വിടുവിക്കും. അയച്ചു. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. വിറച്ചും കൊണ്ടായാലും നിവർന്നു നിന്നു. അടുത്തത്. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ജനുവരി മാസം 20-ാം തീയതിയാണ്. ഇന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ ദിവസം മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗത്തിൽ കേൾക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത്, എൻ്റെ സങ്കല്പമല്ല. ദൈവവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന വകുപ്പനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അവൻ്റെ വചനം കേട്ട് നിവർന്ന് നിന്നുകൊണ്ട് നിൻ്റെ വിഷയം അവതരിപ്പിച്ചാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെത്തുമത്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ എൻ്റെ വിഷയം ഇന്ന് എത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഒരു സ്തോത്രം ചെയ്യാം. എത്ര വിഷയം, കട്ടിയുള്ള വിഷയമായാലും, ബലവാൻ പിടിച്ചു വച്ച വിഷയമായാലും, നിഷ്കണ്ടകന്മാർ ബന്ധിച്ചിട്ടിരിക്കുന്ന വിഷയമായാലും, ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ഈ 20-ാം തീയതി തന്നെ നിൻ്റെ വിഷയം എത്തേണ്ടിടത്തെത്തും. പ്രൈസ് ഗോഡ്. അത് എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, 31 ദിവസം തികയുന്നത് ഫെബ്രുവരി 20-ാം തീയതിയാണ്. ഫെബ്രുവരി 20-ാം തീയതി 31 ദിവസം തികയുന്നതിന് മുൻപ് എൻ്റെ വിഷയത്തിൻ്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയിരിക്കുമെന്ന്, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു സ്തോത്രം ചെയ്ത് ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഉദരക ജഗനക ധനമല ഹത്തല ബൗഡ സൗര രാഗനക രന്നല ബറവ അംബാരാബ ഹുബരാദ റൈഗാരാദ ജനമല ഹത്ത രംബര ബൗഡ സന്ത. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനി നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ വിടുവിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. പ്രൈസ് ഗോഡ്. 1 മുതലുള്ള വാക്യങ്ങൾ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ലാസർ എന്നുള്ള ഒരുവൻ ദീനമായി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ മറിയയ്ക്ക് ഈ യേശുവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ യേശുവുമായിട്ടൊരു ബന്ധമുണ്ടോ?
ഉണ്ടോ? ചില സമയങ്ങൾ ഇവിടെ മറിയ പരിമള തൈലത്തിൻ്റെ ഭരണി പൊട്ടിച്ച് ചെലവിട്ടു. ഞാൻ ചോദിക്കട്ടെ, യേശുവിന് വേണ്ടി ചെലവിട്ട് സേവിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. യേശുവിന് വേണ്ടി ചെലവിടുക എന്ന് പറയുമ്പോൾ നിൻ്റെ പണം ചിലവാക്കണം, നിൻ്റെ സമയം ചിലവാക്കണം, നിൻ്റെ ആരോഗ്യം ചിലവാക്കണം, നിൻ്റെ പെട്രോൾ ചിലവാക്കണം, നിൻ്റെക്കുള്ള സകല റിസോഴ്സസും യേശുവിന് വേണ്ടി ചിലവാക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും ദൈവത്തിന് സ്തോത്രം, പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭയങ്കര, നമ്മുടെ മലയാളത്തിൽ തിരുമല, ബാക്കിയൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഉപവസിക്കാനോ റെഡി, പ്രാർത്ഥിക്കാനോ റെഡി, പ്രസംഗിക്കാനോ റെഡി, പാടാനോ റെഡി, കൊട്ടാനോ റെഡി, എല്ലാത്തിനും റെഡിയാണ്. പ്രൈസ് ഗോഡ്. ഒരിക്കൽ ഒരു 3 പേര് തമ്മിലൊരു തർക്കം ഉണ്ടായി. ഒരു യഹൂദൻ, ഒരു ക്രിസ്ത്യാനി, പിന്നെ ഒരു വേറെ മതക്കാരൻ. പ്രൈസ് ഗോഡ്. ഇവർ 3 പേരുടെ തർക്കം എന്നറിയാമോ? എങ്ങനെയാ ദൈവത്തിന് കൊടുക്കുന്നത്? യഹൂദൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്നത് മുഴുവൻ ഞാൻ കണക്ക് കൂട്ടിയിട്ടും 10 കൊണ്ടങ്ങ് ഹരിക്കും, എന്നിട്ട് 10-1 എടുത്ത് കർത്താവിന് കൊടുക്കും. പ്രൈസ് ഗോഡ്. മറ്റവൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാനൊരു വട്ടം വരയ്ക്കും, ആ വട്ടം വരച്ചിട്ട് എൻ്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അങ്ങ് മുകളിലേക്ക് എറിയും, വട്ടത്തിനകത്ത് വീഴുന്നത് ഞാനെടുക്കും, പുറത്തു പോകുന്നത് ദൈവത്തിന് കൊടുക്കും. പ്രൈസ് ഗോഡ്. ക്രിസ്ത്യാനി എന്നാ പറഞ്ഞറിയാമോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാൻ ചെയ്യുന്നത് എനിക്കുള്ള കാശ് മുഴുവൻ തമ്പുരാനെ ദേ പിടിച്ചോന്ന് പറഞ്ഞ് മുകളിലോട്ട് എറിയും, തമ്പുരാൻ ഇഷ്ടമുള്ള തമ്പുരാൻ എടുക്കും, ബാക്കി എനിക്ക് താഴോട്ട് തരും, ഞാനത് പിറക്കിയെടുക്കും. ഒത്തിരി പേരുടെ പരിപാടി അതാ. ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടായാലേ നമ്മുടെ കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. സായിപ്പ് ചോദിച്ചോലെ കാശ് വേണോ നന്ദി വേണോ എന്ന് ചോദിക്കുമ്പം നന്ദി മതി എന്ന് പറഞ്ഞു. ഇയാൾ വിചാരിച്ചത് എന്തോ വലിയ സാധനമാണ്. ഒടുക്കോ മനസ്സിലായത് താങ്ക്സ് പറഞ്ഞ സായിപ്പ് തലം വിട്ടു. ദൈവത്തിന് വേണ്ടി ചെലവിടാൻ നിങ്ങൾ ഈ 2012 വിശ്വാസികളായിട്ടുള്ളൊരു പുറകോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ കൂടെ, നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ എത്ര കടന്നുപോയെന്ന് നോക്കണം, ദൈവത്തിന് എത്ര കൊടുത്തെന്നും കൂടെ നോക്കണം. എന്നിട്ട് എവിടെയെങ്കിലും ടാലി ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, എനിക്ക് അബദ്ധം പറ്റി, 2013 അത് പറ്റരുത്. മണിക്കൂറുകളുടെ, സമയങ്ങളുടെ, സമ്പത്തിൻ്റെ പ്രൈസ് ഗോഡ് ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് 100 മടങ്ങുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ, അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. അപ്പം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിനെ പരിമള തൈലം കൊണ്ട് പൂശി യേശുവിനെ നഷ്ടം വരുന്നതിന് മുമ്പ്, കഷ്ടം വരുന്നതിന് മുമ്പ് യേശുവിനെ മാനിച്ചവളായിരുന്നു ഈ മറിയ. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. പ്രൈസ് ഗോഡ്. ആ സഹോദരിമാർ കർത്താവിൻ്റെ അടുക്കൽ ആളയച്ചു, നിനക്ക് പ്രിയനായിരിക്കുന്നവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. നിൻ്റെ ജീവിതത്തിൽ ദീനം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ആളയക്കാൻ മനസ്സുണ്ടോ? എങ്ങോട്ട്? യേശുവിൻ്റെ അടുക്കിലേക്ക്. അപ്പം നിഷ്കണ്ടകന്മാരുടെ, ബദ്ധന്മാരെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ബലവാൻ്റെ കവർച്ച പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പോരാടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കണം, യേശുവിൻ്റെ സന്നിധിയിൽ വയ്ക്കണം. പ്രൈസ് ഗോഡ്. പക്ഷേ യേശുവിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്നതിന് മുൻപ് ബന്ധമുണ്ടാക്കണം. ആ ബന്ധം വെറും വായ കൊണ്ടുള്ള ലിപ് സർവീസ് അല്ല, അത് റിയൽ സർവീസ് ആയിരിക്കണം. പ്രൈസ് ഗോഡ്. നിനക്കുള്ളത് മുഴുവൻ ദൈവത്തിനുള്ള അധികാരമുള്ളതാക്കി മാറണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് ആളയച്ചു. പ്രൈസ് ഗോഡ്. ഒടുവിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സമയം പോയതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല, യേശു അനുസരിച്ച്, പറഞ്ഞതനുസരിച്ച്, അയച്ചതനുസരിച്ച് യേശു വന്നു. യേശു വന്നിട്ട് 34 വാക്യം, അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. 38 വാക്യം, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. എന്തിനാണെന്നറിയാമോ? മരിച്ച ലാസറിൻ്റെ ബോഡി അതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. അത് വെളിയിൽ വരണമെങ്കിൽ
കല്ല് മാറ്റണം. പ്രൈസ് ഗോഡ്. മാനുഷിക ബുദ്ധി കൊണ്ട് അത് മാറ്റാൻ സാധ്യമല്ല. അടുത്ത് വായിച്ചേ. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായി മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ വിടുവിക്കാമോ? കർത്താവെ പറ്റത്തില്ല, 4 ദിവസമായി. ബലവാന്റെ കവർച്ച പങ്കിടാമോ? പറ്റത്തില്ല, 4 ദിവസമായി. നാറ്റം വെച്ച് കാണും. പക്ഷേ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മറുപടി, ദൈവത്തിന് സ്തോത്രം, എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം എന്ന് പറഞ്ഞാൽ മറിയയെ, മാർത്തയെ, നിന്റെ ലാസർ ജീവിക്കും. അടുത്തത്, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിഷ്കണ്ടകന്റെ കവർച്ചയെ വിടുവിക്കാം. ടെറിബിൾ, നിഷ്കണ്ടകന്റെ ടെറിബിൾ എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തത്. പ്രൈസ് ഗോഡ്. ഏറ്റവും ടെറിബിൾ ആയിട്ടുള്ള ശത്രു ആരാന്നറിയാമോ? മരണം. മരണം. വേദപുസ്തകം പറയുന്നു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ബാക്കിയുള്ള സകല ശത്രുക്കളും പോയിട്ടേ മരണം പോകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ശക്തനായ ശത്രുവാണ് മരണം. പ്രൈസ് ഗോഡ്. എന്നാൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിൻ്റെ വിഷയം യേശുവിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, യേശു വരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, കല്ല് വെച്ച് അടച്ചതാണെങ്കിലും, മരിച്ച് 4 ദിവസത്തെ നാറ്റം വെച്ച അവസ്ഥയാണെങ്കിലും, ഇന്നൊരു കാര്യം ഉറപ്പാണ്, മരിച്ചുപോയ ലാസറെ വിളിച്ച് ജീവനോടെ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ്റെ അടുക്കലാണ് നിൻ്റെ വിഷയം നീ വയ്ക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിഷയം വയ്ക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ വെളിയിൽ കൊണ്ടുവന്നതിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ വിഷയം വയ്ക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് രക്ഷപ്പെടത്തില്ല, ഇത് ശരിയാകത്തില്ല, ഇത് ഒരിക്കലും ശരിയാകത്തില്ലെന്ന് ബുദ്ധി പറയുന്നു, യുക്തി പറയുന്നു, നാട്ടുകാർ പറയുന്നു, അനുഭവങ്ങൾ പറയുന്നു. പക്ഷേ വിശ്വാസം എന്തു പറയുന്നു? വിടുവിക്കാം. നിൻ്റെ വിഷയത്തിന് വിടുതലുണ്ട്. നിൻ്റെ വിഷയത്തിന് ഏത് തടസ്സമുള്ള വിഷയമായാലും, എത്ര തടസ്സമുള്ള വിഷയമായാലും, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന വിഷയമായാലും, നിൻ്റെ ബുദ്ധി തന്നെ പറയുന്ന വിഷയമായാലും, മാർത്തയെ നീ പോലും പറയുന്ന വിഷയമായാലും, ഇന്ന് രാത്രി ഏൽപ്പിക്കേണ്ടവൻ്റെ കയ്യിലേക്ക് നിന്റെ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്നോട് പോരാടുന്നവരോട് അവൻ പോരാടും. നിന്നോട് യുദ്ധം ചെയ്യുന്നവരോട് അവൻ യുദ്ധം ചെയ്യും. പ്രൈസ് ഗോഡ്. അവൻ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. കല്ലറയ്ക്കര വാതുക്കൽ നിന്നുകൊണ്ട് ആമേൻ. പ്രൈസ്. എന്ത് പറഞ്ഞു യേശു? വായിച്ചാട്ടെ. കല്ല് മാറ്റുവീൻ, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായി മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ വിഷയത്തിന്റെ വിടുതലാണ് ദൈവത്തിന്റെ മഹത്വം. നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് അവൻ്റെ ബദ്ധന്മാരെ വിടുവിച്ച് കാണണമെന്നൊക്കെ താല്പര്യമുണ്ടോ? മരണപാശങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ലാസറായാലും, ശരീരം മുഴുവൻ ജീർണിച്ച അനുഭവമായാലും, ഇനി ഒരിക്കലും ഇത് രക്ഷപ്പെടത്തില്ലെന്ന് തോന്നുന്ന വിഷയമായാലും, പ്രൈസ് ഗോഡ്, നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്റെ വിഷയത്തെ തടുത്തു വച്ചിരിക്കുന്നവനോട് പോരാടാൻ പോകുകയാണ്. നിന്റെ ലാസർ ഉയർക്കുന്നതിന് തടസ്സമായി നിന്ന് വ്യാപരിക്കുന്ന സർവ്വ ദുഷ്ട ശക്തികളോടും കർത്താവ് പോരാടിക്കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ പോകുകയാണ്. അടബല ഹത്തുര ജബന ദഗര ദഗരക ദഗന ദസ്സർ കൗഡർ റംബല ബൗഡ ഹത്തന ജൗനെ ജലമല ഹസ്തന ബൗഡകര റോഷ്യം. പ്രൈസ് ഗോഡ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വായിച്ച്. അവർ കല്ല് നീക്കി. അല്ല, അതിന് മുമ്പ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. 4 സെന്റൻസ്. മരിച്ചിട്ട് 4 ദിവസമായവനെ, നാറ്റം വെച്ചവനെ തിരിച്ച് വിളിച്ചു വരുത്താൻ വെറും 4 സെന്റൻസ്.
ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഓരോ സെൻറ്റൻസായി വെളിയിൽ വരട്ടെ, ഓരോ സെൻറ്റൻസായി വെളിയിൽ വരട്ടെ, ഓരോ സെൻറ്റൻസായി വെളിയിൽ വരട്ടെ. ഉടബല ഹത്തുല ജബല ദലവ നിഷ്കണ്ടകന്മാരുടെ ബദ്ധന്മാരെ വിടുവിച്ചെടുക്കത്തക്കവണ്ണം, ബലവാന്റെ കവർച്ച പങ്കിടത്തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അർദുര ബരകര ഹന്തുന ജബന ദലകല ജനബര ഹത്തല പൗഡ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. ഓരോ ദിവസത്തിനും ഓരോ സെൻറ്റൻസ്. 4ാമത്തെ സെൻറ്റൻസ്, ലാസറേ പുറത്തു വരിക. അടുത്ത വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിയിൽ വരും. നിഷ്കണ്ടകന്മാരുടെ കൈ കവർച്ച, ബദ്ധന്മാരെ വിടുവിക്കാം, ബലവാനോട് കവർച്ച പങ്കിടാം. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞു. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ ഇന്ന് കേട്ട ദൂതനുസരിച്ച് എനിക്കിനി എൻ്റെ വിഷയത്തിൻ്റെ മറുപടിക്ക് ഭാരമില്ല. 4 ദിവസമായാലും വിഷയമല്ല, കല്ലെടുത്തടച്ചാലും വിഷയമല്ല, എന്ത് വന്നാലും വിഷയമല്ല. ഞാൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പോകുക. എന്തിനാ വിശ്വസിക്കുന്നത്? വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ. ഇനി നാളുകളായി ശത്രു തടഞ്ഞു വെച്ച 21 ദിവസം തടഞ്ഞു വെച്ച വിഷയം എനിക്ക് വിഷയമല്ല, അത് വെളിയിൽ വരാൻ പോകുകയാണ്. ബുഡബര ഹർദുന ജവന ദലമ രഗതക ജഗന ദലബല ഹസ്തര അംബന ദറബാർ കൗഡര ഗദനക ജനബല ഹദ്ദുല ജബര തവര കരന്തല ഹസ്തന ബൗഡ രമന കഷംബര. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ലാലി മുമ്പോട്ടൊന്ന് പ്രാർത്ഥിച്ച്